മോദി സർക്കാരിന്റെ വിദേശ നയത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് സോണിയാഗാന്ധി ഒരു ഹിന്ദി ദിനപത്രത്തിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെ ശശി തരൂരും ഒരു ലേഖനം എഴുതി മോദി സർക്കാരിൻ്റെ വിദേശ നയത്തെ പ്രകീർത്തിച്ചുകൊണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കറിയാം ഭരണഘടനയുടെ ഒരു ആമുഖത്തിന് ചൊല്ലിയൊരു വിവാദം നിലവിൽ നടക്കുന്നുണ്ട്. മതേതരത്വം, സോഷ്യലിസം ഇതൊക്കെ അതിൽ നിന്ന് മാറ്റണമെന്ന് RSSും ഇല്ല മാറ്റില്ല എന്ന് കോൺഗ്രസും പറയുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി RSSനെ വിമർശിച്ചിരുന്നു. RSSന്റെ മേധാവി MS ഗോൾവാൾക്കർ പറഞ്ഞത് ഭരണഘടന മനുസ്മൃതി പോലെ ആക്കാത്തത് കൊണ്ട് അതിൽ നിരാശയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ തരൂർ അവിടെയും മറുപടി നൽകി. RSSന്റെ അന്നത്തെ നിലപാടാണ് അങ്ങനെ, ഇപ്പോൾ അങ്ങനെ ഒരു നിലപാട് RSSന് ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ തരൂരിനെ സംബന്ധിച്ച് തരൂർ നൽകുന്ന ഒരു സൂചനയാണോ? അതായത് അടുത്തത് എങ്ങോട്ടാണ് അദ്ദേഹം പോകുന്നതെന്ന്? നമ്മളിതിനെ മറ്റൊരു രീതിയിൽ കൂടി കാണാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ രാഷ്ട്രീയ സാഹചര്യത്തെ എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതിനൊരു പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് എപ്പോഴും ഈ അടിയന്തരാവസ്ഥയുമായി ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചർച്ചകളെല്ലാം മൂടിപ്പോകാനുള്ള ഒരു സാഹചര്യം ചർച്ചയിലൂടെ സൃഷ്ടിക്കുക എന്നുള്ളത് എക്കാലത്തും കൊണ്ടുവന്നിട്ടുള്ളൊരു നയമാണ്. 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് മുതൽ രാജ്യത്ത് നടന്നിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികൾ പല ഘട്ടങ്ങളിലും രാഷ്ട്രീയ ചർച്ചകളുടെ ഭാഗമായി വന്നിട്ടുണ്ട്. 50 വർഷം തികയാണ്. ഇപ്പോൾ 50-ാം വർഷം നടക്കുകയാണ് അടിയന്തരാവസ്ഥയുടെ. 50 വർഷം മുൻപ് കോൺഗ്രസ് എങ്ങനെയാണ് ഭരണഘടനയെ ഇല്ലാതെയാക്കിയത്, ഭരണഘടനാ സംവിധാനങ്ങളെ ഇല്ലാതെയാക്കിയത്, നിയമ നടപടികളിലൂടെ നടക്കേണ്ട ജനങ്ങളുടെ പൗരാവകാശവും ജനങ്ങളുടെ മൗലികാവകാശവുമൊക്കെ എങ്ങനെയാണ് ഹനിക്കപ്പെട്ടത്, എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ 19 മാസക്കാലം അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ഒരു ദുർഭരണം നടത്താനുള്ള സാഹചര്യം സർക്കാരിന് അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഉണ്ടായത് എന്നുള്ളത് ചർച്ച ചെയ്യാതിരിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം കോൺഗ്രസ് നേതാക്കന്മാർ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അത് ജനതാ പാർട്ടി പിന്നീട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന കാലഘട്ടം മുതൽ ആ സർക്കാരിനെ മറിച്ചിടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, പിന്നീട് പ്രതിപക്ഷ കക്ഷികൾ എപ്പോഴെങ്കിലും ശക്തിയാർജിക്കുന്ന കാലഘട്ടങ്ങളിൽ അവർക്കെതിരെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയെല്ലാം ഇല്ലാതെയാക്കാൻ വേണ്ടി നടക്കുന്ന ആരോപണങ്ങൾ, ചർച്ചകൾ, ഇതെല്ലാം കോൺഗ്രസ് എപ്പോഴും ബോധപൂർവം ചെയ്യുന്നൊരു രാഷ്ട്രീയ നയത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അടിയന്തരാവസ്ഥ എന്നുള്ളത് അവർക്കൊരിക്കലും മാറ്റാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം യാഥാർത്ഥ്യമായി കഴിഞ്ഞ ഒരു ഭീകരതയുടെ കാലഘട്ടമാണ് രാജ്യത്ത് നടന്നു പോയത് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് അതിനുശേഷം അന്ന് ഭരിച്ചിരുന്ന സർക്കാരിന് അധികാരം നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും അടിയന്തരാവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്താൽ അത് തങ്ങളുടെ ജനാധിപത്യ ബോധത്തെ ബാധിക്കും. തങ്ങളുടെ ആ കാലഘട്ടത്തിൽ നടന്ന ജനാധിപത്യ വിരുദ്ധ നടപടികളെല്ലാം വീണ്ടും ഈ കാലഘട്ടത്തിൽ 50 വർഷത്തിന് ശേഷവും ചർച്ചയാകും എന്നുള്ളത് കോൺഗ്രസ് ഭയക്കുകയാണ്. അതിൽ നിന്നാണ് ഈ തരത്തിൽ RSS വിരോധത്തിൻ്റെ ഭാഗമായിട്ടും RSSനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുമൊക്കെ രംഗത്ത് വരുന്നത്. അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതേതരത്വത്തെ സംബന്ധിച്ചാണെങ്കിലും സോഷ്യലിസത്തെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ വാക്കുകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച ഉയർന്നു വന്നതിൻ്റെ പശ്ചാത്തലം എന്താണ്? ആർട്ടിക്കിൾ 42 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വാഭാവികമായും ഈ രാജ്യത്തെ ഭരണഘടനയുടെ ആമുഖം തിരുത്താനുള്ളൊരു സാഹചര്യമുണ്ടായത്. സുപ്രീം കോടതി എത്രയോ ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആമുഖം തിരുത്താൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുടെ ആമുഖം എന്നുള്ളത് ആ ഭരണഘടനയുടെ അന്തസത്തയുടെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു ചെറുരൂപമാണ്. അതിനെ തിരുത്തുന്നത് അതിൻ്റെ സ്ട്രക്ചറിനെ ബാധിക്കുന്നതാണ്, ഭരണഘടനയുടെ അന്തസത്തയെ ബാധിക്കുന്നതാണ്. അത് തിരുത്താൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരവധി കേസുകളുടെ ഭാഗമാണതല്ല. പക്ഷേ കോൺഗ്രസ് കാണുന്നത് അങ്ങനെ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഒരു തെറ്റായ കൂട്ടിച്ചേർക്കലിന്, അതായത് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ പാർലമെൻറ്റിനകത്ത് ചർച്ചയില്ല. കേവലം 5 ആളുകൾ 5 MP മാത്രമാണ് അതിനെ എതിർക്കാൻ വേണ്ടി പാർലമെൻറ്റിനകത്ത് ശ്രമം നടത്തിയത്. അപ്പോൾ കേവലമായിട്ടുള്ള എതിർപ്പുകളെ മറികടന്നുകൊണ്ട് മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭരണകൂടം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അന്ന് ഭരണഘടനയെ മാറ്റുകയാണ്. അപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തെ മാറ്റിക്കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള നടപടി വീണ്ടും ചർച്ച ചെയ്യണം, ജനാധിപത്യപരമായി ചർച്ച ചെയ്യണം. കാരണം അതിനുശേഷവും ഗവൺമെൻറ്റുകൾ വന്നിട്ടുണ്ട്. അതിനുശേഷവും മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ അതിൽ മാറ്റം വരുത്താൻ വേണ്ടി ശ്രമം നടത്തിയിട്ടില്ല. അപ്പോൾ 370-ാം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണഘടനയിൽ നിലനിർത്തുന്ന വ്യവസ്ഥ എത്രയോ വർഷങ്ങൾക്ക് ശേഷം, സ്വാതന്ത്ര്യത്തിന് ശേഷം 2 വർഷത്തിനിടയിലാണ് നമുക്കത് മാറ്റാൻ വേണ്ടി കഴിഞ്ഞത്. ഇനി ഈ തരത്തിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള പല പ്രധാനപ്പെട്ട വിഷയങ്ങളും
തെറ്റായി നിലനിന്നിരുന്നൊരു സാഹചര്യത്തിലുണ്ടായിരുന്ന വിഷയങ്ങൾ അതെല്ലാം തന്നെ ചർച്ച ചെയ്ത് മാറ്റുന്നതിൽ തെറ്റൊന്നും കാണേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത് അടിയന്തരാവസ്ഥ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചർച്ചയായാൽ അത് തങ്ങളെ ബാധിക്കും, രാഷ്ട്രീയപരമായി ബാധിക്കും. ഇപ്പോഴത്തെ തലമുറ അത് തിരിച്ചറിയും. എന്തൊക്കെ കിരാത നടപടികളാണ് ഓരോ സംസ്ഥാനത്തും നടന്നത്, എന്തൊക്കെ തെറ്റായ നടപടികളാണ് സർക്കാരിൻ്റെ നടപടിയുടെ ഭാഗമായി നടന്നത്. ഇതെല്ലാം വീണ്ടും വീണ്ടും യുവതലമുറയിലേക്ക് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. എങ്ങനെയാണ് ഒരു ഭരണകൂടം അവകാശങ്ങളില്ലാതെയാക്കിയത്, കോടതികളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്തത്, ഇതെല്ലാം ചർച്ചയാകും. എങ്ങനെയാണ് ആളുകളെ ജയിലിലിട്ട് മർദ്ദിച്ച് അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ, ജാമ്യം കിട്ടാനുള്ള അവകാശം പോലും നിഷേധിച്ചുകൊണ്ട് 19 മാസക്കാലം പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ അടക്കം, പ്രതിപക്ഷ നേതാക്കളെ അടക്കം ജയിലിലിടാനുള്ള സാഹചര്യമുണ്ടായത്. 28 രാഷ്ട്രീയ പാർട്ടികളെ, സംഘടനകളെ നിരോധിച്ചുകൊണ്ടാണ് അടിയന്തരാവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഗവൺമെൻറ് ശ്രമിച്ചത്. അപ്പോൾ ജനാധിപത്യം എന്നുള്ളത് ഇല്ലാതെയാക്കിയ ഒരു കാലഘട്ടം ഈ രാജ്യത്തുണ്ടായിരുന്നു എന്ന് യുവതലമുറ ചർച്ച ചെയ്യുന്നതിനെ ഇല്ലാതെയാക്കണം. അതിനാണ് ഈ മനുസ്മൃതി പറയുന്നതും അതിനാണ് RSSനെ ഇതിനകത്തൊക്കെ വലിച്ചടക്കുന്നത്. അപ്പോൾ RSS വിരോധം പറഞ്ഞാൽ അല്ലെങ്കിൽ RSSനെതിരെ ഒരു നടപടി ചർച്ചയ്ക്ക് കൊണ്ടുവന്നാൽ സ്വാഭാവികമായും അത് മറ്റൊരു വിഭാഗത്തിൻ്റെ പ്രീണനം കിട്ടാനായിട്ടുള്ള, അവരുടെ പ്രീതി കിട്ടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവാണ് ഈ തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ദുഷ്ടലാക്ക് ഇതിനകത്തുണ്ട് പ്രധാനമായും. ഉദാഹരണത്തിന് മനുസ്മൃതി രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു മതപരമായിട്ടുള്ള നടപടി കൊണ്ടുവരുന്നതിന് ചർച്ചയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. എന്താണ് സോഷ്യലിസം എന്നുള്ള വാക്ക് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയെ ചർച്ച ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത്? അത് വേണമോ വേണ്ടയോ എന്ന് വെക്കാൻ ഇനിയും സമയമുണ്ടല്ലോ, അതല്ലെങ്കിൽ തിരുത്താനുള്ള സാഹചര്യമുണ്ടല്ലോ, ചർച്ച ചെയ്യാനുള്ള സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ ആ സാഹചര്യത്തെ മറ്റൊരു പേര് പറഞ്ഞുകൊണ്ട് ഇല്ലാതെയാക്കുക, മറ്റൊരു പേര് പറഞ്ഞുകൊണ്ട് ഒരു വിഷയം കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചയെ ഇല്ലാതെയാക്കാനുള്ള ശ്രമം നടത്തുക. ഇതാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ശശി തരൂർ അതിലെടുക്കുന്ന നിലപാട്, അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ സ്വാഭാവികമായും ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് കൂടുതൽ ശക്തി പകരുന്ന തരത്തിലാണ് എന്നുള്ളത് കാണാതിരുന്നുകൂടാ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഏതാണ്, അദ്ദേഹം എടുക്കുന്ന നിലപാട്, മറ്റ് വിഷയങ്ങൾ എന്താണ്, അതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ പഹൽഗാം വിഷയമുണ്ടായ സമയത്ത് അദ്ദേഹം രാജ്യത്തിൻ്റെ വിദേശകാര്യ നയത്തോടൊപ്പം നിന്നു. രാജ്യത്തിൻ്റെ പ്രതിനിധിയായി അദ്ദേഹം മറ്റ് രാജ്യങ്ങളിൽ നമ്മുടെ നയം പറയുന്നതിന് വേണ്ടി, നയം വിശദീകരിക്കുന്നതിന് വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട ഡെലിഗേഷൻ്റെ ഭാഗമായി അദ്ദേഹം നിന്നു. ഇപ്പോൾ അദ്ദേഹം ഉയർത്തുന്ന പല പ്രധാനപ്പെട്ട വിഷയങ്ങളും കോൺഗ്രസിനെ സംബന്ധിച്ച് സ്വാഭാവികമായി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. കോൺഗ്രസിനകത്ത് ജനാധിപത്യമില്ല എന്ന് കൃത്യമായി വിളിച്ചു പറഞ്ഞ ഒരാളാണ് ശ്രീ ശശി തരൂർ. കോൺഗ്രസിനകത്ത് ജനാധിപത്യപരമായ പ്രവർത്തനമില്ല, ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകളില്ല, ജനാധിപത്യപരമായ നടപടികളില്ല. അതുകൊണ്ട് AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് വേണം എന്നാവശ്യപ്പെട്ടയാളാണ് ശ്രീ ശശി തരൂർ. എത്രയോ കാലങ്ങൾക്ക് ശേഷം ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനാണ്, അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലുള്ള തെരഞ്ഞെടുപ്പിനാണ് ശശി തരൂർ AICCയിൽ തുടക്കം കുറിച്ച് അദ്ദേഹം അധ്യക്ഷനായി മത്സരിക്കാനുള്ള ശ്രമം നടത്തിയത്. അപ്പോൾ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമല്ല കോൺഗ്രസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതിനാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത് കോൺഗ്രസിനകത്ത് ജനാധിപത്യമില്ല, കോൺഗ്രസിനകത്ത് അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയില്ല. ഇല്ലെങ്കിൽ കോൺഗ്രസ് സ്വാഭാവികമായും ഒരു പ്രധാനപ്പെട്ട MP എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ട പ്രതിനിധിയായി നിശ്ചയിക്കില്ലേ? അങ്ങനെ നിശ്ചയിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്വതന്ത്ര അഭിപ്രായമുള്ള, തനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ശക്തമായി പറയാൻ കഴിയുന്ന ഒരാളെ കോൺഗ്രസ്സിന് അംഗീകരിക്കാൻ കഴിയില്ല. അവർക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ ഭാഗം പറയുന്നതിന് പകരം അവർക്ക് ഒത്താശ ചെയ്യുന്ന, അവരുടെ നടപടികൾ ശരിയാണെന്ന് നിരന്തരമായി പറയുന്ന, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ സംവിധാനത്തെ എതിർക്കാനുള്ള സാഹചര്യം ഒരാൾ കാണിച്ചാൽ ആ ആളെ തള്ളിപ്പറയുക എന്നുള്ളതാണ്. കോൺഗ്രസ്സിൽ ശശി തരൂരിനെ തള്ളിപ്പറയുന്ന കാലഘട്ടം അടുത്തിരിക്കുന്നു. അതാണ് ശശി തരൂരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധതയാണ് എന്ന് അടിയന്തരാവസ്ഥയിലും അവർ തെളിയിച്ചിട്ടുണ്ട്, ഇപ്പോഴും അവർ തെളിയിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.